വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കൊടുങ്കാറ്റ് ഒരു നാടിനെയാകെ വിറച്ചുലച്ചു. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ശക്തമായ കാറ്റിൽ ആയിരക്കണക്കിന് കാർഷിക വിളകൾ നിലംപൊത്തി, വീടുകൾ തകർന്നു, വൈദ്യുതി ബന്ധം നിലച്ചു. ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്തുകളിലാണ് കാറ്റ് നാശം വിതച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം 3:30ഓടെയാണ് മലയോര മേഖലയിൽ പ്രതികൂല കാലാവസ്ഥ രൂപപ്പെട്ടത്. 4 മണിയോടെ ഉളിക്കൽ പഞ്ചായത്തിലെ മണിപ്പാറ, കോട്ടപ്പാറ, ആനയടി, അമേരിക്കൻ പാറ, ശാന്തിനഗർ എന്നിവിടങ്ങളിലും പയ്യാവൂർ പഞ്ചായത്തിലെ കുഞ്ഞിപ്പറമ്പ്, കുന്നത്തൂർ മേഖലകളിലുമാണ് മിന്നൽ ചുഴലി വീശിയടിച്ചത്. റബ്ബർ, കശുമാവ്, പ്ലാവ്, മാവ്, തേക്ക് തുടങ്ങിയ കാർഷിക വിളകൾ ഉൾപ്പെടെ സർവ്വതും നിലംപൊത്തിയ നിലയിലാണ്. മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധവും താറുമാറായി. വീട് പോയി. പിന്നെ കാറ്റും മരങ്ങൾ കംപ്ലീറ്റ് ഒടിഞ്ഞ്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും. ഉള്ളിലുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജ് മുതലുള്ള സർവ്വ സാധനങ്ങളും നനഞ്ഞു പോയി. വീട്ടുപകരണങ്ങൾ തികച്ചും പോയി. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് ഉള്ള നഷ്ടപരിഹാരം കിട്ടിയായിരുന്നു? ഇല്ല, കിട്ടിയിട്ടില്ല. ഇതേവരെ 1 കൊല്ലം 1.5 കൊല്ലം കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. പല വീടുകളും മരം വീണ് തകർന്നു. കാറ്റിൽ കോട്ടപ്പാറ കോളനിയിലെ വീടുകളുടെ മേൽക്കൂര ഉൾപ്പെടെ പറത്തിക്കൊണ്ടുപോയി. വീടിനുള്ളിൽ കഴിഞ്ഞ പലരും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. മണിപ്പാറ വില്ലേജിലെ മരോട്ടിക്കുഴി ബിനോയ്, മെഴ്സി പൂവത്തിങ്കൽ, കല്യാണി മണത്തിനാക്കണ്ടി, ദാമു ചാത്തനാട്ട് എന്നിവരുടെ വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഗതാഗതങ്ങൾ തടസ്സപ്പെടുകയും കറണ്ട് പോവുകയും ഒക്കെ ചെയ്തതുപോലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ കൃഷിസ്ഥലങ്ങൾ, അതുപോലെ റബ്ബർ മരങ്ങൾ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. അടിയന്തരമായിട്ടും നമുക്ക് അതിനുവേണ്ട പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതിനുവേണ്ട നടപടികൾ ഉണ്ടാവണം. ഇന്നലെ തന്നെ ഈ വഴികളെല്ലാം അടഞ്ഞു പോയിരുന്നു. എല്ലാ വഴികളും മരം വീണ് അടഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടി വളരെ വേഗത്തിൽ രാത്രി 8 മണി വരെ പരിശ്രമിച്ചിട്ടാണ് നമുക്കതൊന്ന് തൽക്കാലം ഒന്ന് വണ്ടി കടന്നു പോകുന്ന രീതിയിൽ ആക്കാൻ സാധിച്ചത്. ഇപ്പോഴും കറണ്ട് പോയി കിടക്കുകയാണ്. പോസ്റ്റുകൾ മറിഞ്ഞു വീണിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വേഗം നടപടി ഉണ്ടായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ. നമ്മുടെ പുണ്യാധിവാസം വിളവ് ഉണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ഇപ്പോൾ ഈ വീട് തന്നെ കഴിഞ്ഞ വർഷം അപകടം ഉണ്ടായി, ഈ വർഷം ഉണ്ടായി. ഇത്തരത്തിൽ കൂടുതൽ അപകടങ്ങൾക്ക് മുമ്പ് ഈ വീടുകൾ വെച്ചു കൊടുക്കുന്ന നഷ്ടപരിഹാരങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാക്കി തരണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കും. ഇന്നലെ ഏകദേശം ഒരു 3:30-4 മണിയോടെയാണ് കാറ്റ് തുടങ്ങിയത്. അത് ഒരു 1 മണിക്കൂറോളം, ഒരു മണിക്കൂറോളം നിൽക്കുകയും ചെയ്തു. ശക്തമായ കാറ്റായിരുന്നു. ചുഴലിക്കാറ്റ് പോലെയാണ് വന്നത്. അതൊരു പ്രദേശത്തെ മുഴുവനും മരങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. പൗലോസ് അറക്കപ്പറമ്പിലിന്റെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ജയൻകുട്ടി കൽക്കുന്നത്ത്, മാത്യു കുളത്തിനപ്പാറയിൽ, റോയി നെടുംതുണ്ടത്തിൽ, ജോൺസൺ ചൊറിയന്മാക്കൽ, ജോയി ചാരംകുഴിയിൽ, ചിന്നമ്മ പൈമ്പള്ളിൽ, വിൽസൺ നെടുമറ്റത്തിൽ, ജിമ്മി വല്ലേൽ പുത്തേട്ട്, മോഹനൻ പുണൂൽ പറമ്പിൽ, തങ്കച്ചൻ മാപ്പറയിൽ എന്നിവരുടെ വീടുകൾ ഭാഗികമായും തകർന്നു. ഭാര്യയും ഭർത്താവും 2 മക്കളും 2 പിള്ളേരും ആയിരുന്നു ഇതിനകത്ത് നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഇവിടെ നമ്മളാണ് വന്നിട്ട് രക്ഷപ്പെടുത്തി. വേറെ കാര്യമായ പരിക്കുകളൊന്നുമില്ല. പക്ഷേ വീട് മൊത്തം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഇതേപോലെ തന്നെ പോയത്. എന്തൊക്കെ കാർഷിക വിളകളാണ് പോയത്? ഇതേപോലെ വാഴ പോയി. റോയി ഇടക്കഴിക്കൽ, മാത്യു അറക്കൽ, മാത്യു കുളത്തിനപ്പാറയിൽ, ജിമ്മി വല്ലേൽ പുത്തേട്ട്, തങ്കച്ചൻ കുപ്പക്കുഴിയിൽ, ക്രിസ്തുദാസി കോൺവെന്റ് കുഞ്ഞിപ്പറമ്പ്, സെന്റ് ജോസഫ് ചർച്ച് കുഞ്ഞിപ്പറമ്പ്, പെണ്ണമ്മ വാളിപ്ലാക്കൽ, സജി പുലിക്കുന്നേൽ, ജിമ്മി അറക്കൽ, ഉമ്മർ പയ്യാവൂർ, ശശിധരൻ അവരോത്ത്, രവീന്ദ്രൻ വെട്ടൂപ്പറമ്പിൽ, സിബി പൂവന്നിക്കുന്നിൽ, ലിജു പുല്ലുമറ്റത്തിൽ, സാബു കുനാനിക്കൽ, ജോസഫ് എടാട്ട് എന്നിവരുടെ കാർഷിക വിളകളാണ് നശിച്ചത്. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷികൾ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ വൈകുന്നേരം കുഞ്ഞിപ്പറമ്പിലുണ്ടായ കനത്ത കാറ്റിൽ വലിയ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മലയോര മേഖലയിൽ കുഞ്ഞിപ്പറമ്പ്, അമേരിക്കൻ പാറ, കോട്ടപ്പാറ, ശാന്തിനഗർ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി കാറ്റ്, ചുഴലിക്കാറ്റ് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു, നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി, നിരവധി കൃഷി നശിക്കുന്ന സാഹചര്യമുണ്ടായി. വളരെയേറെ ദയനീയമാർന്ന രംഗങ്ങളാണ്, കാഴ്ചകളാണ് ഇന്നിപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ കുഞ്ഞിപ്പറമ്പിലെ നമ്മുടെ ബേബിച്ചേട്ടൻ്റെ അറക്കപ്പറമ്പിൽ പൗലോസിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇന്നലെ വൈകുന്നേരം ഈ മരങ്ങൾ ഒടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകരുന്ന കാഴ്ച ഇവിടെ കാണാനായി. വീട്ടിൽ ആളുകളൊക്കെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. നാട്ടുകാർ വന്നാണ് അവരെ പുറത്തേക്ക് എടുത്തത്. വീട് പൂർണ്ണമായി നശിച്ചു. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. വ്യാപകമായ കൃഷിനാശമുണ്ടായി. റബ്ബർ മരങ്ങൾ, പ്ലാവ്, അങ്ങനെ എല്ലാ വൃക്ഷലതാദികളും വ്യാപകമായി ഇവിടെ ഒടിഞ്ഞ് തകർന്ന് നശിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. കൃഷി വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം.
വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതിൻ്റെ കണക്കുകൾ എടുത്ത് നഷ്ടം തിട്ടപ്പെടുത്തി അടിയന്തരമായി അവരെ സഹായിക്കാനും നഷ്ടപരിഹാരം നൽകാനുമുള്ള നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ വർഷം നാശനഷ്ടമുണ്ടായ മേഖലകളിൽ ചമതച്ചാൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിക്കളം, തേറമല, അറബി, കോളിത്തെട്ട് മേഖലകളിൽ ഉണ്ടായ നാശനഷ്ടത്തിന് ഇതുവരെയും സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ നഷ്ടം പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടം, ഈ ഒരു ദുരന്തം അടിയന്തരമായി സർക്കാരിൻ്റെ ഗൗരവബുദ്ധി അത് കണ്ട് അടിയന്തരമായി നഷ്ടപരിഹാരം കൊടുക്കാനും അവരെയെല്ലാം പുനരധിവസിപ്പിക്കാനും വീട് നഷ്ടപ്പെട്ടവർക്ക് പകരം വീട് വെച്ച് നൽകി അവർക്ക് താമസയോഗ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അമേരിക്കൻ പാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ജിനു ജോൺ MLA-ക്കൊപ്പം വീടുകളും കാറ്റ് നാശം വരുത്തിയ ഇടങ്ങളും സന്ദർശിച്ചു. കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്താൻ MLA നിർദ്ദേശം നൽകി. കുഞ്ഞിപ്പറമ്പിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആർക്കേപ്പറമ്പിലെ പൗലോസ്ചേട്ടൻ്റെ വീട് ഈ വർഷം തന്നെ കഴിഞ്ഞ മഴയത്തും ഒന്ന് നഷ്ടം സംഭവിച്ചാണ് ഈ വർഷം വീണ്ടും ഇത് വീട്ടു നാശനഷ്ടം മാത്രമല്ല കൃഷി നാശനഷ്ടവും ഈ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് പലയിടത്തായിട്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വാഴ, കവുങ്ങ് തുടങ്ങി മറ്റ് പണികൾക്ക് പോകാൻ സാധിക്കാത്തവർ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്തത് പോലും നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ അടിയന്തരമായ സഹായം ഇല്ല എങ്കിൽ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റില്ലാത്ത സാഹചര്യമാണുള്ളത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാംഗിൾ ഫെസ്റ്റ്. ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ. കൂടാതെ മനസ്സിനിണങ്ങിയ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.